അതുപോലെ തന്നെ വിമതന്മാർ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ട് നമ്മുടെ വിശ്വാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ ബസിലിക്ക പള്ളി കുത്തി തുറന്ന് അത് വിമതർക്ക് വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കണ്ട് വളരെയധികം വിഷമം നമുക്കുണ്ടായി. നമ്മുടെ പള്ളിയാണ് ഈ വിമതർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൈപ്പിടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് അധികാരികൾ അടക്കം. അതുകൊണ്ട് ഇവിടുത്തെ ബസിലിക്ക ഇടവക അംഗങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് കാരണം ഈ സമരം തുറന്നതിന്റെ പേരിൽ തുടങ്ങിയതാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ അത് സമവായത്തിനെതിരെയായി മണവാളനച്ഛനെ ഇവിടെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവൻ ഇവിടെ ശുദ്ധികലശം, അതായത് ഇവിടുത്തെ സാത്താനിക ശക്തികൾ ഇവിടെ നിന്ന് പോയി ഇവിടെ ശുദ്ധികലശം നടത്തുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരത്തിനുണ്ടാകും. ഏതാണ്ട് ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ പോകുന്നത്. ശരിയായിട്ട് കുർബാന സഭയാവുന്ന അമ്മ പറയുന്നത് പോലെ കുർബാന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ അതിരൂപതപ്പെട്ടവർക്ക് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള വേദനയും ദുഃഖവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനുവേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം സമീപിക്കുന്നത്. അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും ഉത്തമമായ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി സമാധാനമാണ്. കർത്താവ് കാണിച്ചതിന് വഴി പ്രാർത്ഥന കർത്താവിനെ അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവമായ കർത്താവിൻ്റെ കുർബാന ഇവിടെ വെച്ചിട്ടില്ലെങ്കിലും കർത്താവിൻ്റെ വാഗ്ദാനം 2 നാമത്തെ 2-3 പേര് കൂടി നിങ്ങളുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കുർബാന ഇവിടെ ഇല്ലെങ്കിലും കർത്താവിന് യഥാർത്ഥമായ സജീവമായ സാന്നിധ്യം ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മുടെ എല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള അദൃശ്യനായ കർത്താവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതോടൊപ്പം പിന്നെ എനിക്ക് ഞാനൊരു കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള അനുഭവം തന്നെയായിരിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം 3 വർഷത്തോളമായിട്ട് മറ്റെല്ലാ രൂപതകളും എത്രയോ മനോഹരമായിട്ട് സന്തോഷമായിട്ട് മനസ്സ് കുർബാന അർപ്പിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ അതിരൂപതയിൽപ്പെട്ടവർക്ക് മാത്രം സാധിക്കാത്തതിൻ്റെ ആ മനോവേദനയും ദുഃഖവും അതിന് കാരണക്കാരായി നിൽക്കുന്നവരോട് സ്വാഭാവികമുണ്ട് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമോ വെറുപ്പോ ഒക്കെ നമുക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. നമ്മുടെ കയ്യിട്ട് കാലിട്ട് കുത്തി കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ലേ, അത് സ്വാഭാവികം. എന്ന പോലെ നമുക്കിപ്പോൾ കുർബാന ശരിയായി അർപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതിന് കാരണക്കാരായി നിൽക്കുന്നവരോടൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ മനസ്സുകൊണ്ടൊരു വെറുപ്പോ ഇഷ്ടക്കേടോ ഉണ്ടാകും. അത് നമ്മളിത് മായ്ച്ച് കളയണം. കാരണം അതല്ലെങ്കിൽ നമ്മളും അവരും ഒരേ നിരയില്ല. കർത്താവിൻ്റെ കൽപ്പന എന്താണ്? കർത്താവ് കുരിശിൽ കിടന്ന് മരിക്കാൻ ആ മരണവേദന അനുഭവിക്കുന്നവരെന്താ? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവമായ കർത്താവ് തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കുന്നത്. അപ്പം ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് ഈ നമ്മൾ സ്വതന്ത്രമായിട്ട് ശരിയായ സഭാമാതാവ് പറയുന്നത് പോലെ കുർബാന അർപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു കാരണക്കാരായി നിൽക്കുന്നവർ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് വെറുപ്പ് തോന്നുന്നുണ്ട്, അമർഷം തോന്നുന്നുണ്ട്, അരിശം തോന്നുന്നുണ്ട്, ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവെ അവരോട് ക്ഷമിക്കണേ, കർത്താവിനെ അനുഗ്രഹിക്കണേ, അവർ ശരിയായ കാഴ്ചപ്പാട് കൊടുക്കണേ. നമ്മുടെ അധികാരികളായാലും മറ്റ് ശുശ്രൂഷകരായാലും കർത്താവ് അവർക്ക് ശരിയായ കാഴ്ചപ്പാട് കൊടുക്കണേ. സഭയെ മനസ്സിലാക്കാനുള്ള ഒരു വെളിച്ചം അവർക്ക് കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ആ മാനുഷികമായിട്ടുള്ള തിന്മയുടെ വികാരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ തുടച്ചു നീക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ നീക്കണം. വെറുപ്പ് നീക്കിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തമാകുള്ളൂ. വെറുപ്പുള്ള ഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ കാര്യം നമുക്ക് സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ മനസ്സഹജമായ സാഹചര്യങ്ങൾ കൊണ്ട് ബലഹീനത കൊണ്ട് സ്വാഭാവികമായിട്ട് വെറുപ്പ് തോന്നിപ്പോകുന്നു. പക്ഷെ ആ വെറുപ്പ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അനുഗ്രഹമാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അവരപ്പോൾ സ്വാഭാവികമായിട്ട് വെറുപ്പ് തോന്നും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? കർത്താവേ, അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ വെറുപ്പിൻ്റെ വിചാരങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തുടച്ചു നീക്കണേ. ഇന്ന് പാപികൾക്ക് വേണ്ടി ചിന്തിയ ആ പരിഹാര രക്തം കൊണ്ട് അവരെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആ വെറുപ്പിൻ്റെ ചിന്തകളെയും ഓർമ്മകളെയും ഞങ്ങളുടെ മനസ്സിൽ തുടച്ചു നീക്കണേ. കർത്താവെ, അവരോട് ക്ഷമിക്കണേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതപ്പോഴല്ലേ കർത്താവിൻ്റെ ആ കർത്താവാക്കിയ ശൈലി നമ്മൾ കർത്താവിനെ എന്താ? ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇതാണ് കർത്താവ് പഠിപ്പിച്ചെന്ന ആ ശൈലി.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഈ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങി പകർത്താൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാകുള്ളൂ. അല്ലാതെ സ്വാഭാവികമായിട്ട് അവർ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് പല വിധത്തിലുള്ള അവരെക്കുറിച്ചുള്ള പല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരും. എല്ലാം കർത്താവിന് സമർപ്പിച്ച് കർത്താവ് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. അവരോട് ക്ഷമിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കും. എന്തോ പറ്റിയിട്ടുണ്ട്, അത് ഉണർത്തണം. എന്താണ് നമ്മുടെ ആവശ്യം? ഈ അധികാരികളെയും മെത്രാന്മാരെല്ലാവരും കൂടി തീരുമാനിച്ച് വിധത്തിൽ കുർബാന അർപ്പിച്ച് തരണം എന്നാണ് നമ്മുടെ ആവശ്യം. അവർ തീരുമാനിച്ച കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത് എന്താണ്? എല്ലാ നിയമങ്ങളും ലംഘിച്ച് ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ സഭയുടെ ഏറ്റവും വലിയ പരമോന്നത കോടതിയായ ട്രിബ്യൂണൽ പുറത്താക്കണം എന്ന് പറഞ്ഞ അച്ഛനെ ദയവായിട്ട് പറഞ്ഞു വിടണം. അപ്പോൾ ഇവർ തീരുമാനിച്ച കാര്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ യാതൊരു താല്പര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തീരുമാനിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കോടതി വിധിച്ച കാര്യം നടപ്പിലാക്കുക, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, യത്നം, സഹനം, അതുവഴി അവരുടെ മനസ്സാക്ഷി ഉണരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാ ആശംസകളും നിങ്ങളുടെ ഈ ത്യാഗത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.